എല്ലാ കുട്ടികളും ഈ കസേരയിൽ വന്നിരിക്കുക. അവിടെ എവിടെയും നടക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ കസേരകൾ വന്നിരിക്കുക. നാലാമത്തെ പാട്ട് പാടാൻ പോവാ. ഛേദം വന്നാലും വാക്കുമാറില്ലെന്റെ നാം മാറാത്തവൻ. കത്തൻ വാക്കു തന്നാൽ ഛേദം വന്നാലും വാക്കുമാറില്ലെന്റെ നാം മാറാത്തവൻ. ചാരി കത്തന് ഞാൻ കരുതിയവനെ കേട്ടു കർത്തന്റെ ചൊൽ പിരിയില്ലവനെ. ചാരി കത്തന് ഞാൻ കരുതിയവനെ കേട്ടു കർത്തന്റെ ചൊൽ പിരിയില്ലവനെ. കൈയടിച്ച് പാടാം. എല്ലാരും കൈ കൊണ്ടിരിക്കേ. ഒന്നും കൂടെ പാടാം. ചാരി കർത്തന് ഞാൻ കരുതിയവനെ കേട്ടു കർത്തന്റെ ചൊൽ പിരിയില്ലവനെ. ചാരി കർത്തന് ഞാൻ കരുതിയവനെ കേട്ടു കർത്തന്റെ ചൊൽ പിരിയില്ലവനെ. കർത്തൻ വാക്കു തന്നാൽ ഛേദം വന്നാലും വാക്കുമാറില്ലെന്റെ നാം മാറാത്തവൻ. കർത്തൻ വാക്കു തന്നാൽ ഛേദം വന്നാലും വാക്കുമാറില്ലെന്റെ നാം മാറാത്തവൻ. ചാരി കർത്തന് ഞാൻ ഉറക്കെ പാടിക്കേ. ചാരി കർത്തന് ഞാൻ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വരിക. ഇടയ്ക്കുള്ള കസേര ബ്ലാങ്ക് എടുത്ത്. നിങ്ങളെ കാണാനായിട്ട് വളരെ ദൂരത്തു നിന്ന് ചില അങ്കിളുമാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ പരിചയപ്പെടണ്ടേ? ഒത്തിരി ദൂരം യാത്ര ചെയ്ത് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്ന അങ്കിളുമാരാണ്. ഓക്കെ, അങ്കിളുമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബ്രദർ ബിനു ശാമുവേൽ, സുവിശേഷൻ ബാലസംഘം ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കർത്തൃദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോൺ വർഗീസ്, SBS-ന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കർത്തൃദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ SBS-ന്റെ ജനറൽ ട്രഷററായിട്ട് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ജനറൽ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്ന ബ്രോ ജോൺസൺ. ലിറ്റിൽ കിങ്ഡം മാസിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആണല്ലേ? ആ മാസികയുടെ പബ്ലിഷറായിട്ടും VBS കോർഡിനേറ്ററായിട്ടും പ്രവർത്തിക്കുന്ന ബ്രദർ അലക്സ് മേപ്പാടം, അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുവിശേഷൻ ബാലസംഘം തിരുവനന്തപുരം സെന്ററിന്റെ പ്രസിഡന്റ് സുന്ദർദാസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ കർത്തൃദാസന്മാരെ സ്വാഗതം ചെയ്യാനായിട്ട് സുന്ദർദാസ് സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്ക് കസേരകളൊന്നും ബ്ലാങ്ക് ആയിട്ട് കിടക്കരുത്. എല്ലാവരും മുമ്പോട്ട് കയറിയിരിക്കണം. കുട്ടികളുടെ ഇടയിലെ ലീഡേഴ്സ് കൂടെ വന്നിരിക്കേണ്ടതാണ്. ഈ കാര്യം 2-3 പ്രാവശ്യം അനൗൺസ് ചെയ്തതാണ്. നമ്മളെല്ലാം വേർപെട്ട ദൈവസഭയിലെ അംഗങ്ങളാണ്.
എല്ലാവരും അത് പറയുന്നതനുസരിച്ച് മുമ്പോട്ട് വന്നിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നിയമപ്രകാരം ടാലന്റ് ടൈമിന്റെ സമയമാണ്. എന്നാൽ നമ്മളെ കാണുവാനും അവിടെ അനുമോദനം അറിയിക്കുവാനുമായിട്ട് സുവിശേഷൻ ബാലസംഘത്തിന്റെ ജനറൽ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുവാനായിട്ടാണ് ഞാനിപ്പോൾ ഈ സമയം വിനിയോഗിക്കുന്നത്. സുവിശേഷൻ ബാലസംഘത്തിന്റെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന എബ്രഹാം തോമസ് കൊച്ചി ഇന്ന് ഇവിടെ വന്നു ചേരേണ്ടതാണ്. എന്നാൽ SBSോടുള്ള ബന്ധത്തിലും മറ്റു പല കാര്യങ്ങളാലും താനിപ്പോൾ അമേരിക്കയിൽ ഇരിക്കുകയും നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നെറ്റിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് ആ അങ്കിളിന്റെ അനുമോദനം ഇവിടെ അറിയിക്കുവാനും സ്നേഹം പങ്കിടുവാനുമായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം നിങ്ങളെ അറിയിക്കുകയും ആ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും തന്റെ പ്രവൃത്തി തികച്ച് കടന്നു വരേണ്ടത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിച്ചുകൊള്ളുന്നു. തുടർന്ന് നമുക്കറിയാം SBS ജനറൽ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒരു ആത്മീയ സുവിശേഷ പ്രവർത്തനമാണ്. ഇപ്പോൾ ആ സുവിശേഷ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബിനു ശ്യാമൽ അങ്കിളാണ്. അങ്കിളിന് നമ്മോടുകൂടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ അങ്കിളിനെ തിരുവനന്തപുരം സെൻട്രൽ സുവിശേഷൻ ബാലസംഘത്തിന്റെ പേരിലും ഈ ക്യാമ്പിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ജനറൽ സുവിശേഷൻ ബാലസംഘ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നത് ജോൺസൺ റാന്നിയാണ്. അദ്ദേഹം ഇവിടെ കടന്ന് അദ്ദേഹത്തെയും ഞാൻ നിങ്ങളുടെ പേരിലും സുവിശേഷൻ ബാലസംഘത്തിന്റെ പേരിലും ഹാർദവമായ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകൾ സുവിശേഷൻ ബാലസംഘത്തിന്റെ പല പ്രധാന തസ്തികളിൽ ഇരുന്ന് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയൊട്ടാകെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്നുള്ള പേരിൽ VBS നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെന്ററിന്റെ കീഴിൽ തന്നെ ഇതിനകം 21 VBS കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച തന്നെ 9 VBS നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 42-ലധികം VBS ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് തരുന്ന മെറ്റീരിയൽസിന്റെ ചുമതലയും ഈ VBS ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അംഗിളാണ് അലക്സ് മേൽപ്പാടം. മാത്രമല്ല കുട്ടികളുടെ മാസികയായ ജനറൽ SBS മാസിക ലിറ്റിൽ കിങ്ഡത്തിന്റെ പബ്ലിഷറും കൂടെയാണ് അദ്ദേഹം ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സുവിശേഷൻ ബാലസംഘം തിരുവനന്തപുരം സെന്റർ പേരിൽ ഈ ക്യാമ്പിന്റെ പേരിലുള്ള ഹാർദവമായ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ SBS ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിച്ചിരിക്കുന്ന ജോൺ വർഗീസ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെയും ഈ SBS തിരുവനന്തപുരം സെന്ററിന്റെ പേരിൽ ക്യാമ്പിന്റെ പേരിൽ സ്വാഗതം അറിയിച്ചുകൊള്ളുകയും തുടർന്നുള്ള അരമണിക്കൂർ സമയം അവർക്ക് നിങ്ങളുമായിട്ട് പങ്കിടുവാനുള്ള അവസരം അവർക്ക് കൈമാറിക്കൊണ്ട് ഞാൻ എന്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കൈമാറിയത് കൊണ്ടായിരിക്കാം കറണ്ട് അങ്ങ് പോയത്. ഗുഡ് ഈവനിങ്. അയ്യോ, ഒരു സൗണ്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ കേട്ടത് തിരുവനന്തപുരം സെൻട്രലില് ഭയങ്കര സൗണ്ടാന്നൊക്കെയാണ് കേട്ടത്. ഗുഡ് ഈവനിങ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എൻജോയ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ തിരുവനന്തപുരം സെൻട്രലിന്റെ ഈ ക്യാമ്പിൽ ഞങ്ങൾക്ക് വന്ന് ഒന്ന് സംബന്ധിക്കാൻ, ഈ ക്യാമ്പ് ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങോട് ചോദിച്ചു, സുന്ദർദാസ സാറിനോട് ചോദിച്ചു എത്ര പേരുണ്ട്. പറഞ്ഞോ 500 പേര് ഈ ക്യാമ്പിലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അതിശയായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറലിന്റെ ടീൻസ് ക്യാമ്പ് നടന്നപ്പോഴും ഏതാണ്ട് 500ഓളം പേര്, അത് കേരളം മുഴുവൻ വന്നതാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് മുഴുവൻ വന്ന കുട്ടികൾ ഈ തിരുവനന്തപുരം സെന്ററിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ വളരെയധികം സന്തോഷമായി.
നിങ്ങളെ ക്യാമ്പ് ഇഷ്ടപ്പെട്ടോ? ശബ്ദമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടോ? വാ, വെരി ഗുഡ്. കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ നല്ല അങ്കിളുമാര്, കഴിവുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ പുറകില് നമ്മുടെ റെജിയങ്ങളിനെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ജോസ് അങ്കിളിനെ കാണുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഇവിടെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഞാൻ ഇവിടെ വന്നപ്പോഴ് ഡോക്ടർ ജോൺ അങ്കിൾ ഇവിടെ മനോഹരമായ ക്ലാസ് എടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു ആ ക്ലാസ് എല്ലാവരും കേൾക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. വളരെ മനോഹരമായ നിലയിൽ ആ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് ദൈവം തന്നെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴത്തെ ബാലസംഘത്തിന്റെ ക്യാമ്പുകളിൽ ഒരു പ്രത്യേകത, നിങ്ങൾ മാത്രമല്ല ഈ പരിപാടി കാണുന്നത്, പിന്നെന്താണെന്നറിയാമോ? ലോകം മുഴുവൻ ആളുകൾ എത്രയോ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിയുമ്പോൾ ആളുകൾ ഞങ്ങൾ വിളിക്കാറുണ്ട്, ഞങ്ങൾ ആ പരിപാടി കണ്ടു, വളരെ നന്നായിരുന്നു, നല്ല അച്ചടക്കമുള്ള കുട്ടികളാ കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് ഇവിടുന്ന് കേൾക്കും ഞാൻ വിചാരിക്കുന്നു. അച്ചടക്കത്തോടു കൂടി ഇരുന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് ഒരവസരം നമുക്ക് ലഭിച്ചല്ലോ. തിരുവനന്തപുരം സെന്ററിനെ കുറിച്ച് ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തില് ഇപ്പോൾ VBSന്റെ കാലമാണ്. ക്യാമ്പുകൾ നടക്കുന്നു, VBS നടക്കുന്നു. ഈ VBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം 40,000 കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് അടിച്ചു കഴിഞ്ഞിട്ടും സാധനം തികയുന്നില്ല. എന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് സുന്ദർ ദാസ അങ്കിൾ എന്നോട് പറഞ്ഞു, ഇനി 1,000 കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചങ്കത്ത് കൈവച്ചു, ഇനി എങ്ങനെ അത്രയും മെറ്റീരിയൽസ് കൂടെ എങ്ങനെ ഉണ്ടാക്കും, എവിടെ നിന്ന് കൊണ്ടുവരും എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അത്രമാത്രം VBSകൾ ഈ കേരളം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ VBS നടക്കുന്ന ഒരു സെന്ററാണ് തിരുവനന്തപുരം സെന്റർ. ഞാൻ തിരുവനന്തപുരം സെന്ററിനെ അഭിനന്ദിക്കുന്നു. കാരണം അനേകം കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഈ വലിയ താല്പര്യം ദൈവം നിങ്ങളെ ആദരിക്കട്ടെ, പ്രതിഫലം നൽകട്ടെ. ഒരു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രതിഫലം തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഈ VBS നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഈ ക്യാമ്പ് നടത്തുന്നത്, ഇത്രയും പിള്ളേരെ കൂട്ടി ഇത്രയധികം ചെലവ് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊന്നും വ്യർത്ഥമായിട്ട് തീരുകയില്ല. ഒരു നല്ല തലമുറയെ കാണുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ഇവിടെ ലീഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ അധ്വാനം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവേൻ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഈ VBS ഞാൻ പറഞ്ഞു, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ VBSന്റെ സമയമാണ്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 2 ലക്ഷത്തിലധികം കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് ആണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എത്രയോ ഭാഷകളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അവധിക്കാലത്ത് ഏതാണ്ട് 4 ലക്ഷം കുട്ടികളോട് സുവിശേഷം പറയാനുള്ള ഒരു വലിയ അവസരം ദൈവം നമുക്ക് തന്നിരിക്കാം. ഇന്ത്യയിൽ 4 ലക്ഷം പിള്ളേരെ ഉള്ളോ? ഇന്ത്യയിൽ 4 ലക്ഷം കുട്ടികളെ ഉള്ളോ? അല്ല. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും പിള്ളേർ തന്നെയാണ്, അല്ലെ? കൂടുതലും കുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്നാൽ ഈ ഭാരതത്തിലെ ഇത്രയധികം കുട്ടികളുണ്ട്, അവരോടൊക്കെ നമ്മൾക്ക് സുവിശേഷം പറയണം. അവരെല്ലാം കർത്താവിനെ കുറിച്ച് അറിയണം. സ്വർഗം നമുക്ക് ഇന്ത്യൻ കുട്ടികളെ കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? ഇവരോട് സുവിശേഷം പറയണമെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽസ് അടിക്കണം, അതിന് പണം ആവശ്യമാണ്. പ്രസ്സിൽ തന്നെ ഈ വർഷം ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തോ ചെയ്യാനാ, ഞങ്ങൾ കൊച്ചു കുട്ടികളല്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, കൊച്ചു കുട്ടികളാണ്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസം ടീൻസ് ക്യാമ്പ് നടന്ന സമയത്തുണ്ടല്ലോ, ചില കുട്ടികളൊക്കെ കയ്യില് അവരൊരു വർഷം അവർക്ക് കിട്ടിയ പൈസ എല്ലാം കൂടെ ഓരോ ടിന്നിനകത്തൊക്കെ ആക്കി അതൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ എണ്ണി നോക്കുമ്പോ 1000, 1200 രൂപയുള്ളൂ. പക്ഷെ ഒരു വർഷം മുഴുവനും അവര് സ്വരൂപിച്ചു വെച്ചതൊക്കെ കൊണ്ടുവന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഇടയാടും. ആ ശുശ്രൂഷ നമുക്ക് ചെയ്യത്തില്ലേ? ഞാൻ ഇന്നലെ വീട്ടിലിരുന്നപ്പോഴും ഒരു അങ്കിള് എന്നെ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരം സെന്ററില് ക്യാമ്പിന് പോകുമോ? ഞാൻ പറഞ്ഞു, ഞാൻ പോകണം എന്നാ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യണം, അവിടെ ചെല്ലുമ്പോഴ് അവിടെ ഒരു കൊച്ചു കുട്ടി ഇതുപോലെ പൈസയുമായിട്ടൊക്കെ ഇങ്ങനെ ശേഖരിച്ച കുഞ്ഞു പൈസയുമായിട്ടൊക്കെ വന്നു, ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ പരിചയപ്പെടും. ഇവിടെ വന്നപ്പോഴേ ചോദിച്ചു, ഇവിടെ ആരാ ഇങ്ങനെ ടിന്നിൽ പൈസയൊക്കെ ആയിട്ട് വന്ന ആ കുട്ടി ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പേര് കിട്ടി, എബിൻ ജോസ്. ആളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എബിൻ ജോസ്.
വാ, മോൻ ഇങ്ങോട്ടൊന്ന് വരാമോ? വെരി ഗുഡ്. ഈ മോന് ഇങ്ങനെ, അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ അമേരിക്കയിലും ദൂര സ്ഥലങ്ങളിലെ ആളുകളൊക്കെ അറിഞ്ഞു. ആരെ കുറിച്ച് അറിഞ്ഞു? ഈ എബിൻ ജോസിനെ കുറിച്ച് അറിഞ്ഞു. എന്നാ അറിഞ്ഞത്? എബിൻ ജോസ് തനിക്ക് കിട്ടിയ എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല, ആ പൈസയൊക്കെ സ്വരൂപിച്ച സുവിശേഷൻ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ പോലെയുള്ള അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടിടയായി. ഐ അപ്രിഷിയേറ്റ് എബിൻ ജോസ്. എന്നാൽ അത് മാത്രമല്ല, ആ ഒരു അങ്കിൾ ജോർജിയയിലുള്ള ഒരു അങ്കിളാണ്. ആ അങ്കിൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ആ എബിനെ കണ്ടാൽ മാത്രം പോരാ, അങ്കിളിന്റെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ഈ എബിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഗിഫ്റ്റ്, എന്റെ ലഭിച്ച ആ ഗിഫ്റ്റ് ഞാൻ എബിൻ ജോസിന് ഈ സമയം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും ബാലസംഘത്തിന്റെ ട്രഷറർ തന്നെ മുൻപോട്ട് വന്ന് ഈ ഗിഫ്റ്റ് എബിൻ ജോസിന് കൈമാറുന്നതാണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ നോക്കിക്കോണം, നമ്മളെ കാണുന്ന എത്ര ആളുകളാ, അവർക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താല് നമ്മെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ചിലർക്കൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, അയ്യോ ഞങ്ങളൂടെ കൊണ്ടുവരണ്ടായിരുന്നു, ഇല്ലേ? ചിലർക്കൊക്കെ ഹൃദയത്തിൽ ചിന്തയില്ല, അയ്യോ ഞാനും വീട്ടില് പൗഡർ ടിന്നിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊണ്ടുവരാൻ പറ്റിയില്ല. ചിലർക്ക് ഞാൻ വിചാരിക്കുന്നത് അടുത്ത വർഷത്തെ ക്യാമ്പ് വരുമ്പോൾ കുറെ പേര് കൊണ്ടുവരുന്നു. ആരൊക്കെ കൊണ്ടുവരും? വെരി ഗുഡ്. ഒത്തിരി കൈകൾ പൊങ്ങുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനും കൊടുക്കാനൊക്കെ ഇടയായിട്ട് തീരും. ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ചെറിയ, നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്, 5000 പേരെ പോഷിപ്പിച്ചൊരു കഥ, ഇല്ലേ? അറിയാമോ? എത്ര പേർക്ക് അറിയാം? അറിയാം. കൈ താത്തിട്ടെ. ആ പോഷിപ്പിക്കാനായിട്ടുള്ള ഭക്ഷണം ആരാ കൊണ്ടുവന്നേ? ഒരു ബാലനാ കൊണ്ടുവന്ന്. എത്ര അപ്പം കൊണ്ടുവന്നു? 5 അപ്പവും 2 മീനും കൊണ്ടുവന്നു. അതുകൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? 5000 പുരുഷന്മാർ. പിന്നെ ബാക്കി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എത്ര സ്ത്രീകളുണ്ട്? 5000 പുരുഷന്മാരുടെ ഭാര്യമാർ. അപ്പൊ എത്രയായി? 5000. പിന്നെ അവർക്ക് മക്കളില്ലേ? അപ്പൊ എല്ലാം കൂടെ 10-25,000 പേര് കാണും, അല്ലെ? അപ്പൊ അവർക്കെല്ലാം പോഷിപ്പിക്കാൻ ആരാ കൊടുത്തത്? ഒരു കൊച്ചു ബാലകന്റെ 5 അപ്പവും 2 മീനുമാണെങ്കിൽ നിങ്ങൾ തരുന്ന ചെറുതെങ്കിലും അതുകൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, ഈ ക്യാമ്പിൽ ചില കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രതിഫലം ആർക്കൂടെ ലഭിക്കും? ഇതിനു വേണ്ടി ആരൊക്കെ സഹായ ഹസ്തങ്ങൾ നീട്ടുന്നോ അവർക്കൊക്കെ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബാലസംഘത്തിന്റെ ഇവിടെ അങ്കിള് പറഞ്ഞു ലിറ്റിൽ കിങ്ഡം എന്നൊക്കെ പറഞ്ഞു, ചിൽഡ്രൻസ് ലിറ്റിൽ കിങ്ഡം. എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ട്? അയ്യോ, 500 പേര് ഇരിക്കുന്നിടത്ത് 50 പേർക്ക് പോലും കിട്ടുന്നില്ല. കൈ താത്തിട്ടെ. എനിക്ക് പോലും സങ്കടം തോന്നുന്നു. എന്താ കിട്ടാത്തതെന്ന് അറിയാമോ? എന്താ കിട്ടാതെ? എന്താ? അതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല. അത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും അത് അയച്ചു തരുന്നതാണ്. ലിറ്റിൽ കിങ്ഡം മനോഹരമായ ഒരു മാസികയാണ്. ഇന്ന് വളരെ ഭംഗിയായിട്ട് ഈ മാസിക പുറത്തിറങ്ങുന്നു. ഇതിനകത്ത് കൊച്ചുകുട്ടികൾക്കുണ്ട്, മാത്രമല്ല യുവതീവാക്കന്മാർക്ക് വേണ്ടി ഇന്നത്തെ ആനുകാലികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന മനോഹരമായ പത്നികളും ലേഖനങ്ങളും ഒക്കെ ഇതിനകത്ത് തുടങ്ങിയ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു. ബാലരമ മേടിച്ചു കൊടുക്കും, പൂമ്പാറ്റ മേടിച്ചു കൊടുക്കും, അവരുടെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ അവരുടെ ആത്മീക നന്മ ലക്ഷ്യമാക്കി ഈ ഒരു മാസിക എല്ലാ ഭവനങ്ങളിലും ഓരോന്ന് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിന്റെ വാർഷിക പരസ്യങ്ങൾ 150 രൂപയാണ്. പക്ഷെങ്കിൽ ഇത് ഒട്ടും കൂടുതലല്ല. കാരണം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളിലെ പുസ്തകങ്ങൾ എത്രയോ വില നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ആത്മീക അനുഗ്രഹത്തിന് വേണ്ടി ഈ മാസിക നിങ്ങളുടെ ഭവനങ്ങളിൽ വരുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് അതിന്റെ വരിക്കാരായിട്ട് തീരാം. സുന്ദർദാസ് അങ്കിളുണ്ട്, അങ്കിളുടെ അടുത്ത് നിങ്ങൾ പണം ഏൽപ്പിക്കുകയോ അഡ്രസ് കൊടുക്കുകയോ ചെയ്യുക. ജെയ്സൺ അങ്കിളുണ്ട്, ഈ
തിരുവനന്തപുരം സെന്ററിന്റെ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ പക്കല് അഡ്രസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പണം ഏൽപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഈ മാസിക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ബാലസംഘത്തിന്റെ ടീൻസ് ക്യാമ്പ് കഴിഞ്ഞു. ഇനിയും പല ക്യാമ്പുകൾ നടക്കാൻ പോവുകയാണ്. ഇവിടെ ഡോക്ടർ ജോൺ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ കുട്ടികളെ കൗൺസിൽ ചെയ്യണം. അപ്പൊ കൗൺസിലിംഗ് വേണം. അപ്പൊ അതുകൊണ്ട് ആഗ്രഹിക്കുന്നു ബാലസംഘത്തിന്റെ ചുമതലയിൽ ഒരു കൗൺസിലിംഗ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് പോവുകയാണ് സെപ്റ്റംബർ മാസത്തില്. അത് കഴിയുമ്പോൾ ഇന്നത്തെ വലിയ ഇവിടെ ഡൈവോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്നത്തെ കുട്ടികളുടെ ഇന്നത്തെ ആളുകളുടെ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടക്കാനായിട്ട് പോവുകയാണ്. അതുകൂടാതെ നവംബർ മാസത്തില് മാസ്റ്റർ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ചിൽഡ്രൻസ് ഇവാഞ്ചലിസത്തില് അത് നടക്കാനായിട്ട് പോയി. ഇങ്ങനെ പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല അതിലൊക്കെ വന്ന് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് തരുന്നതാണ്. ഇങ്ങനെ ഈ ക്യാമ്പിൽ വരുവാനും നിങ്ങളോട് ഒരുമിച്ച് അല്പസമയം ചെലവിടുവാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ലീഡേഴ്സ്, പ്രധാന ലീഡേഴ്സ് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ഒരുമിച്ച് ചില അങ്കിളുമാരും വന്നിട്ടുണ്ട്. അവർക്കും എന്തെങ്കിലും നിങ്ങളോട് പറയുവാനായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്യാമ്പ് എല്ലാ വിധത്തിലും അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം ഇന്നും നീക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രദേശത്ത് നടക്കുന്ന ക്യാമ്പുകളിൽ സ്ഥിരമായി കടന്നു വരാറുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, സുവിശേഷം ബാലസംഘത്തിന്റെ ഏറ്റവും അനുഗ്രഹമായ ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന സെന്ററുകളിൽ ഏറ്റവും ഭംഗിയും ഏറ്റവും അനുഗ്രഹമായി നടന്നുവരുന്ന ഒരു സെന്ററാണ് തിരുവനന്തപുരം സെന്റർ. സെന്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ബാലസംഘത്തെക്കുറിച്ച് പൊതുവായിട്ടൊന്നും പറയുവാനായിട്ട് ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനറൽ സെക്രട്ടറി അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ ക്യാമ്പിലേക്ക് കടന്നു വരുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബിനു ഷോമേൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ക്യാമ്പിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലീഡേഴ്സിനും ഈ ക്യാമ്പ് മുഖാന്തരം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ഈ ക്യാമ്പിൽ അനേക കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയാകട്ടെ. തുടർന്ന് നടക്കുന്ന BBSകളിലെ പല BBSകളിൽ പങ്കെടുത്ത് അനുഗ്രഹമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇവിടെയുള്ള ലീഡേഴ്സിനും മാത്രവുമല്ല ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ വചനം പ്രിയ കർത്തൃദാസന്മാരിൽ നിന്ന് കേൾക്കുവാൻ കുഞ്ഞുങ്ങൾക്കിടയാകട്ടെ. സുവിശേഷൻ ബാലസംഘം ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രാർത്ഥനയ്ക്കായിട്ട് ഓർപ്പിച്ചുകൊള്ളട്ടെ. ആ വിധത്തിൽ കേരളത്തിലുടനീളം നടന്നുകൊടുക്കുന്ന BBSകളും കേരളത്തിന്റെ വെളികളായി നടന്നുവരുന്ന ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്ന BBSകളും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ. അവധിക്കാലം ഏറ്റവും സന്തോഷകരമായി തീരുവാൻ ഇടയാകട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനോഹരമായ സമയം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമായിരിക്കട്ടെ. പ്രിയ ജോണങ്ങൾ മാതാപിതാക്കന്മാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ചുമതല മാതാപിതാക്കന്മാർക്കും ലീഡേഴ്സിനും അല്ലെങ്കിൽ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്കും ബാലസംഘം ലീഡേഴ്സിനുമാണ് എന്ന് പറയുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കന്മാർക്കാണ്. കുടുംബങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയാകുന്നത്. എന്നാൽ 2-3 ദിവസം ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് ഈ സെന്ററുകളിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ കൂട്ടിവരുത്തി അനുഗ്രഹമായ ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരാകട്ടെ. ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾക്ക് ഈ അവസരങ്ങൾ ലഭിച്ചു. അന്ന്
കർത്തദാസന്മാരായ ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന ബാലസംഘത്തിന്റെ പിതാക്കന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അന്ന് ഞങ്ങളോട് പറഞ്ഞു, ചില വർഷങ്ങൾ കഴിഞ്ഞ് ഈ പ്രവർത്തനത്തെ നേതൃത്വം കൊടുക്കുവാൻ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് ചിലര് മുന്നോട്ട് വരും എന്ന് അവരന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും ഹൃദയത്തിൽ കൊള്ളുവാൻ ഇടയായിട്ടുണ്ട്. അന്ന് ഞങ്ങള് നിങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് അനേക ക്യാമ്പുകളിൽ പോയി അനേക ദൈവദാസന്മാരുടെ വാക്കുകൾ കേട്ട ഞങ്ങള് ഇന്ന് കർത്താവിന്റെ ദാസന്മാരായ ഈ സെന്ററിലുള്ള, അതുമല്ല ഇന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരായി നിങ്ങളെ ക്ലാസുകൾ എടുക്കുവാൻ കടന്നു വന്ന ലീഡേഴ്സായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനേക ലീഡേഴ്സ് ഇന്ന് നേതൃത്വ നിലയിൽ എത്തിയത് അന്ന് പിതാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചു. അത് തന്നെ ഇന്നും പറയട്ടെ, പ്രിയ കുഞ്ഞുങ്ങളെ, കാലങ്ങൾ കഴിയുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ നേതൃത്വ നിലയിലേക്ക് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നുവരും. അതിനായിട്ട് ഈ ക്യാമ്പുകളും VBSകളും ബാലസംഘത്തെ ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവനന്തപുരം SBS സെന്ററിലെ ക്യാമ്പിൽ ഞങ്ങൾക്കും വന്ന് സംബന്ധിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും പ്രിയ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും ലീഡേഴ്സിനെയും ഇവിടെ വന്ന് കാണുവാൻ ഇടയാക്കിയതിലും ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് സെന്ററിൽ അപേക്ഷിച്ച് വളരെ അനുഗ്രഹമായ ഒരു ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഇതിന്റെ ചുമതലപ്പെട്ടവർ അതിനുവേണ്ടി വളരെ അധ്വാനം ചെയ്തിട്ടുണ്ടെന്നറിയാം. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ മാതാപിതാക്കന്മാരും സ്ഥലസഭകളൊക്കെ വളരെ ഉത്സാഹപൂർവ്വം ഈ കുഞ്ഞുങ്ങളെ ഈ ക്യാമ്പിലേക്ക് പറഞ്ഞുവിടുവാൻ തയ്യാറായിട്ടുണ്ട്. അവരെ ഓർത്തും സ്തുതിക്കുന്നു. വരുന്ന നാളുകളിൽ ഇവിടെയുള്ള ബാലസംഘ പ്രവർത്തനത്തെ വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിഞ്ഞു വരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ മുന്നിലുണ്ട്. നമ്മളൊക്കെ വല്ലാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നോഹയുടെ കാലമെന്ന് വേണേൽ പറയാം. ആ അത്രമാത്രം വഷളത്വം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന്റെ മധ്യേ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ദൈവത്തെ മാനിക്കുന്നവരായി വളർന്നു വരണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നാം ക്രമീകരിക്കുന്നത്. ഇതിന് പിൻപിൽ വളരെ അധ്വാനമുണ്ട്, സാമ്പത്തികമായ ചെലവുകളുണ്ട്. എന്നാൽ ദൈവം ഈ പ്രിയ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം അറിഞ്ഞു വളരുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളോടും ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനം ചെയ്താണ് അവര് ഈ ക്യാമ്പുകളൊക്കെ ക്രമീകരിക്കുന്നത്. വലിയവനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ സ്നേഹിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തും തുടർന്നും വളർന്നു വരുവാൻ നിങ്ങളുടെ സ്ഥലസഭകൾക്കും കുടുംബങ്ങൾക്കും ഈ തിരുവനന്തപുരം സെന്ററും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. അതിനാവശ്യമായ എല്ലാ കൃപകളും വലിയവനായ ദൈവം നൽകട്ടെ. അതുപോലെ ഇവിടെ ജനറൽ സെക്രട്ടറി ലിറ്റിൽ കിങ്ഡത്തെ കുറിച്ച് വാക്കിൽ പരിചയപ്പെടുത്തുകൊണ്ടായി. ഞാൻ ഒരു അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ ബുക്കുകളെ കുറിച്ചൊക്കെ കുഞ്ഞുങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ബുക്കുകളൊക്കെ. ഈ സ്കൂളുകളിലെ ഇപ്പോൾ പ്രവർത്തനത്തിനായി അനേക ബുക്കുകൾ കുഞ്ഞുങ്ങൾ വായിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരുടെയും ഭവനങ്ങളിൽ ഈ ഒരു ലിറ്റിൽ കിങ്ഡം വരുത്തി കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കണം. വളർന്നു വന്നതിന് ശേഷം നാം മുമ്പേ ലീഡറായ ഡോക്ടർ ജോൺ എബ്രഹാം പറഞ്ഞതുപോലെ വളർന്നു വന്നതിന് ശേഷം അവരെ നാം ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് വേണ്ട അഭ്യസനം നാം നൽകുക. അതിന് ദൈവം ഇടയാക്കട്ടെ. ഇങ്ങനെ നിങ്ങളുടെ ഈ ക്യാമ്പിൽ വന്ന് സംബന്ധിക്കുവാൻ ദൈവയുടെ ഒരു അവസരം തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിയാല SBS-ന്റെ ജനറൽ പ്രസിഡന്റ് എബ്രഹാം തോമസ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ ആശംസ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശംസ ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം എന്റെ പ്രത്യേക ആശംസയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഈ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വലിയവനായ ദൈവം എനിക്കും ഒരു അവസരം തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഒരു പ്രിയ മകൻ എബിൻ തനിക്ക് ലഭിച്ച രൂപ ശേഖരിച്ച് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. നല്ലൊരു മാതൃകയാണ് പ്രിയമകൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം അറിയുവാനായിട്ട് ഒരു കഥ ഞാൻ പറയാം. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ കഥയല്ല, ഇതൊരു സംഭവമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. 2008 3 വർഷം മുമ്പ് അല്ലെങ്കിൽ 4 വർഷം പുറകോട്ട് തിരിഞ്ഞ് 2008 ആഫ്രിക്കയിൽ വലിയൊരു ക്ഷാമമുണ്ടായി. നമുക്കറിയാം, ക്ഷാമം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളമില്ല, ആഹാരമില്ല, ആൾക്കാരെല്ലാം വലഞ്ഞ് മരിക്കും. ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടിവിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ന്യൂസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കുകയാണ് അവർ? നല്ല തടിയന്മാരാണോ? അല്ല, എല്ലും തോലും കൊണ്ട് നിറഞ്ഞ ശരീരം. 2008 അതുപോലെ ആഫ്രിക്കയിൽ ക്ഷാമമുണ്ടായി. ആഹാരമില്ലാതെ ജനങ്ങൾ വലഞ്ഞു. ആ സമയത്ത് അവിടെയുള്ള കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ പ്രോട്ടീനും വിറ്റാമിനും ഒന്നും ലഭിച്ചില്ല. അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് അവിടെയുള്ള മാതാപിതാക്കന്മാർ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുത്തതെന്നറിയാമോ? നിങ്ങളുടെ വീടുകളുടെ പുറകുവശത്ത് പുല്ലുണ്ടോ? അതുപോലെ കെനിയയിലുള്ള മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പുല്ലരിഞ്ഞുകൊണ്ട് വന്ന് വലിയൊരു കുട്ടകമുണ്ട്. കുട്ടകം എന്നാണ് ഇവിടെ പറയുന്നത്. വെള്ളമൊക്കെ നിറച്ചു വെക്കുവാനുള്ള, നമ്മൾ തിളപ്പിക്കുവാനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ചരുവം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്, ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ചരുവത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ട് ഇത് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് ഈ പുല്ല് വെട്ടി ഈ വെള്ളത്തിലിടും. എന്നിട്ട് 1-2 മണിക്കൂർ ഈ പുല്ല് ഈ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കും. തിളച്ചു കഴിഞ്ഞിട്ട് സൂപ്പെന്ന് പറഞ്ഞ്, നമ്മളൊക്കെ ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ് കഴിക്കാറുണ്ട്. ഈ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞുങ്ങൾക്ക് സൂപ്പെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഇതാണ്. ഇത് ഞാൻ എവിടെ നിന്ന് മനസ്സിലാക്കിയെന്നറിയാമോ? ടിവിയിൽ നിന്ന് കണ്ടതല്ല, ന്യൂസ് പേപ്പറിൽ നിന്ന് വായിച്ചതല്ല. എന്റെ മൂത്ത സഹോദരൻ, എന്റെ മൂത്ത ചേട്ടൻ നേരിട്ട് കണ്ട സംഭവമാണ്. എന്റെ മൂത്ത ചേട്ടൻ നേരിട്ട് കണ്ട സംഭവമാണ്. എന്റെ മൂത്ത സഹോദരൻ ആഫ്രിക്കയിൽ മിഷണറി ആയിട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. നിങ്ങൾ ഈ വർഷം ജിം എലിയോട്ടിനെ കുറിച്ച് പഠിച്ചു. സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് മിഷണറി ആയിട്ട് വർക്ക് ചെയ്ത ജിം എലിയോട്ട് നമ്മൾ VBSന് പഠിച്ചു. അതുപോലെ എന്റെ മൂത്ത ജ്യേഷ്ഠൻ ആഫ്രിക്കയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു, മിഷണറി വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് താൻ തന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാനിവിടെ പ്രസ്താവിച്ചത്. ഇതിൽ 0.01% പോലും അതിശയോക്തിയില്ല. നമ്മൾ ബൈബിളിൽ നെബൂഖദ്നേസർ രാജാവ് പുല്ല് തിന്നു എന്ന് വായിച്ചിട്ടുണ്ട്. ഒരു മൃഗത്തെ പോലെ പുല്ല് തിന്നു. നമ്മൾ ഈ വർഷത്തെ VBSൽ അത് പഠിച്ചതാണ്. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നമുക്ക് ആഹാരം നൽകുവാനായിട്ട്, നമ്മളെ ശുശ്രൂഷിക്കുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരുണ്ട്. നമുക്ക് താമസിക്കുവാനായിട്ട് നല്ല ഭവനമുണ്ട്. നമുക്ക് നല്ല വസ്ത്രമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ യു ആർ ഓൾ വെൽ ഡ്രസ്. നിങ്ങളൊക്കെ മനോഹരമായ നിലയിൽ വസ്ത്രം ധരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ട്, പാർപ്പിടമുണ്ട്, ആഹാരമുണ്ട്. എന്നാൽ ചിന്തിക്കുക, ആഫ്രിക്കയിലൊന്നും പോണ്ട, കേരളത്തിന് പുറത്തോട്ട് പോവുക, തമിഴ്നാട് അതിർത്തി ഒന്ന് വിട്ടു നോക്കുക.
ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്നും ആഹാരമില്ലാതെ വലയുന്നു, വസ്ത്രമില്ലാതെ വലയുന്നു. അങ്ങനെയുള്ളവരെ ഓർക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഇവിടെ കടന്നു വന്ന ഈ എബിൻ നല്ലൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു നൽകുന്നത്. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇൻഡയറക്ട്ലി സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെ? നമുക്ക് നമ്മുടെ വീടുകളിൽ ദിവസം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ചെലവിനായിട്ട് പൈസ വരാറുണ്ട്. അതിൽ നിന്നൊക്കെ ചില്ലറ പൈസ നാം എടുത്ത് ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പുകൾക്ക്, നമ്മുടെ VBSകൾക്ക്, മാത്രമല്ല നമ്മുടെ പുറത്തുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും തന്നിട്ടുണ്ട്. ആ നന്മകൾ തന്ന സ്ഥിതിക്ക് നമ്മൾ നന്ദിയുള്ളവരായി മറ്റുള്ളവരോട് ഓർത്തുകൊണ്ട് ജീവിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയുള്ള തീം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഈ വർഷം VBSന്റെ തീമും ഒരു വിധത്തിൽ അതായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിച്ച ദാനിയേൽ, ദൈവത്തിന് വേണ്ടി ജീവിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ. അല്ലെ? നമ്മ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഈ കുഞ്ഞിന്റെ മാതൃകയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാം